ഒരു സമയത്ത് പലരും ഉണ്ടായിരുന്നു. ഭാര്യ അടുത്തിരിക്കുക. ആ അത് സോയിക്കുട്ടി പ്രേമിക്കുന്ന സമയത്ത് പാരലി വേറെ പെണ്ണുങ്ങളെയും പ്രേമിച്ചു. അത് ഇവൾക്ക് പറയാം. എന്ത് സാധനം നോക്കണേ. ഓർമ്മിച്ച് അങ്ങനെയില്ല, അതിന് മുമ്പ് വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനു മുന്നേ അങ്ങനെ തെളിച്ച് പറയില്ല, പ്രശ്നമാകോ? സോയിക്കുട്ടി ചെയ്യുന്ന മുമ്പോ പ്രേമിക്കുന്നതിന് മുമ്പ് സോയിക്കുട്ടി ഉള്ളപ്പോഴല്ല പ്രപ്പോസ് ചെയ്തു. ആ സെയിം ടൈം വേറെ ആൾക്കാർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒളിച്ചു വെക്കാണ്ട് കാര്യങ്ങൾ പറയും. അങ്ങോട്ട് ഒരു ലിമിറ്റ് സംസാരിക്കില്ല. ഇവളെന്റെ ഇപ്പൊ ഓക്കെ ആണെന്ന് പറഞ്ഞോണ്ട് ലിമിറ്റ് ഇല്ല. അപ്പൊ നേരത്തെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രേമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തരാം, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ആരും വിശ്വസിച്ചില്ല. അവള് വിശ്വസിച്ചു, അതുകൊണ്ട് വന്നു. പക്ഷെ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. എന്റെ സ്നേഹം പ്യൂറാന്ന് മനസ്സിലാവേണ്ടി അവള് വന്നു. അതായത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ, സോയിക്കുട്ടിയുടെ ഒപ്പം 3-4 പേർക്ക് പ്രപ്പോസൽ കൊടുത്തു. സോയിക്കുട്ടി ഓക്കെ ആയി, ബാക്കിയുള്ളവരൊന്നും വിശ്വസിച്ചില്ല അല്ലേ? മെയിനായിട്ട് വെച്ചാൽ ബാക്കിയുള്ളത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ്. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റയിലുള്ള ആൾക്കാരൊക്കെ ഫേമസ് ആയിട്ടുള്ള കണ്ടിട്ടില്ല. ഇവിടെ നേരിട്ട് കണ്ടാണ്. അപ്പൊ അവർക്ക് ഇതുപോലെ വേറെ പ്രപ്പോസൽ വന്നുകൊണ്ടിരിക്കണ്ട, ചിലപ്പോ ഫേക്കാന്ന് അവർക്ക് മനസ്സിലായി കാണും. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തി കാണും, അതുകൊണ്ടായിരിക്കും. പിന്നെ റിയലായിട്ടും 2-3 വേറെ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു മലയാളികൾ. പിന്നെ വെളുപ്പത്തെ വേറെ നേപ്പാളി കൊച്ചുണ്ട്, അതിനും പ്രേമിച്ചിട്ടുണ്ടായിരുന്നു.